ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വീടിൻ്റെ ഫുൾ വയറിങ് എങ്ങനെയാണെന്ന്, അതായത് അതിൻ്റെ വയറിങ്ങിന് മുമ്പായിട്ട്, തേപ്പിനൊക്കെ മുമ്പായിട്ട് പൈപ്പിങ്ങും അതിൻ്റെ ബോക്സിങ്ങും എവിടെയൊക്കെ ഏതൊക്കെ പോയിൻ്റ് വേണം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് വയറിങ് തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറി സിറ്റ് ഔട്ടിലോട്ടാണ്. സിറ്റ് ഔട്ടിൽ ഇവിടെ വരുന്നത് ഒരു ലൈറ്റ് പോയിൻ്റ്, അതേപോലെ ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റ്, പിന്നെ വരുന്നത് സീലിങ്ങിൻ്റെ അകത്ത് ഒരു 3 LED സീലിങ്ങിൻ്റെ അകത്ത് ഫാന്, പിന്നെ വരുന്നത് ബീമിൻ്റെ അകത്തുള്ള LED-കളാണ്. ബീമിൻ്റെ അകത്ത് LED, അതേപോലെ ഫ്രണ്ട് സൈഡിലുള്ള അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഈ കാണുന്ന 2 പൈപ്പുകൾ വെച്ചേക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഇതാണ്. അതേപോലെ ബെല്ല്. നമ്മളിവിടെ 12 ബോക്സ് വെക്കാൻ കാരണം ഈ LED-കളും അതേപോലെ തന്നെ ഈ ലൈറ്റ് പോയിൻറ്റും ഫാൻ്റെ ഡിമ്മറും ഫാനും ഔട്ട് സൈഡിൽ ഈ കട്ടയിരിക്കുന്ന സൈഡിലത്തെ ഔട്ട് സൈഡിലെ ലാമ്പിനും വേണ്ടിയിട്ടാണ് 12-ൻ്റെ ബോക്സ് വെച്ചേക്കുന്നത്. അതേപോലെ സ്വിച്ചും സോക്കറ്റും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് കയറി വരുന്ന ഹാൾ ഏരിയയിലോട്ടാണ്. ഹാളിൽ നമ്മളിപ്പം ഇവിടെ DB വെച്ചേക്കുവാണ്. ഇവിടെ 4-way TPN DB ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ വരുന്നത് ഇവിടെ ഒരു TV-യുടെ പോയിൻ്റ് വരും, അത് അടിച്ചിട്ടില്ല, അടിക്കണം. അതേപോലെ ഈ സൈഡിൽ ഒരു 12-ൻ്റെ ബോക്സ് വരും. അതായത് സീലിങ്ങിൻ്റെ അകത്ത് 3 ഫാനുകളുണ്ട്. അതേപോലെ സൈഡുകളിൽ 2 ലാമ്പുകളും ഇതേപോലെ 2 സൈഡുകളിൽ വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഹാളിൽ വരുന്ന സ്വിച്ച് ബോർഡ് നമ്മൾ വെച്ചേക്കുന്ന 16-ൻ്റെ ആണ്. 16-ൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചേക്കുന്നത്. കാരണം 16-ൻ്റെ ബോക്സ് വെക്കാൻ കാരണം ഈ സർഫേസിൽ കിടക്കുന്ന, അതായത് ഇതിൻ്റെ അകത്ത് ഈ സീലിങ്ങിൻ്റെ അകത്ത് കിടക്കുന്ന 2, 4, 6 LED-കളും അതേപോലെ തന്നെ ഈ ലൈറ്റ് പോയിൻറ്റുകളും പിന്നെ രണ്ടാമത്തെ നിലയുടെ LED പോയിൻറ്റുകളും, അതായത് അപ്പ് ആൻഡ് ഡൗണുകളും ഷെയ്ഡിൽ കിടക്കുന്ന ബീമിൽ കിടക്കുന്ന ലാമ്പുകൾ ലൈറ്റുകൾ ഒരുമിച്ച് നമുക്ക് ഹാളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ 16-ൻ്റെ ബോക്സ് വെച്ചേക്കുന്നത്. ഈ ഏരിയ വരുന്നത് ഡെക്കോറിങ് TV വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് ഈ സൈഡിൽ തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ പൈപ്പ് ഇറക്കിയിട്ടുണ്ട്, അത് പണിയുന്ന സമയത്ത് വെക്കാനാണ്. അടുത്തത് വരുന്ന ഡൈനിങ് ഏരിയ ആണ്. ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടെ നമ്മൾ വെച്ചേക്കുന്ന 12-ൻ്റെ മെറ്റൽ ബോക്സാണ്. നമ്മളെല്ലാം എടുത്തേക്കുന്ന ഓറിയൻറ്റിൻ്റെ മെറ്റൽ ബോക്സാണ്. ഈ താഴെ കൂടെ വെട്ടിയിട്ടേക്കുന്നത് തറയെ കൂടെ മെയിൻ പോകാൻ വേണ്ടിയിട്ടാണ്. തറയെ കൂടെ മെയിൻ കയറി സ്വിച്ച് ബോർഡിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും വരുന്നത് ഇവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, അതേപോലെ സർഫേസ് സീലിങ്ങിൻ്റെ അകത്ത് ഒരു ഫാന്, അതേപോലെ 6 LED-കൾ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 12-ൻ്റെ ബോക്സ് വെച്ചേക്കുന്നത്. പിന്നെ സ്വിച്ചും അതേപോലെ സോക്കറ്റും. അടുത്തത് വരുന്നത് നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. നേരെ ഹാളിൽ നിന്ന് കയറി മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് 8-ൻ്റെയാണ്. കാരണം ഇത് ഡയറക്റ്റ് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഔട്ട് സൈഡിൽ ഒരു ലാമ്പ്, അതേപോലെ ഇതിൻ്റെ അകത്ത് എക്സോസ് ഫാന്, അതേപോലെ സൈഡിൽ ഒരു ലാമ്പ്, പിന്നെ സ്വിച്ച്, സോക്കറ്റ്, അതേപോലെ ഹീറ്ററിൻ്റെ ലൈൻ. നേരെ തിരിയുമ്പം കാണുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ അവിടെ നമ്മൾ 8-ൻ്റെ മെറ്റൽ ബോക്സാണ് വെച്ചേക്കുന്നത്. 8-ൻ്റെ മെറ്റൽ ബോക്സ് വെക്കാൻ കാരണം അതുകൊണ്ട് ഇവിടെ ഒരു ലാമ്പ്, അതേപോലെ ഇവിടെ ഒരു ലാമ്പ്, പിന്നെ വരുന്നത് ഇവിടെ AC-യുടെ കണക്ഷനാണ്. പിന്നെ ഇത് വെച്ചേക്കുന്ന ഈ 2 6-ൻ്റെ ബോക്സ് വെച്ചേക്കുന്ന അവിടെ ക്യാമറയുടെയാണ്. ക്യാമറയുടെ പൈപ്പുകൾ ഇറങ്ങാനും, അതേപോലെ ക്യാമറയുടെ ഇപ്പുറത്തെ ഇടത് സൈഡിൽ ഇരിക്കുന്ന ബോക്സ് അതിൻ്റെ സ്വിച്ചും സോക്കറ്റിൻ്റെയാണ്. അത് സോക്കറ്റ് കണക്ഷനാണ്. അത് DVR-നും അതേപോലെ മോണിറ്ററിനും വേണ്ടിയിട്ട് നമ്മളത് വെച്ചേക്കുന്നതാണ്. നേരെ ഇവിടെ വരുന്നത് AC-ആണ്. ഈ പൈപ്പ് മേപ്പോട്ട് വെച്ചേക്കുന്ന AC-ആണ്. അത് കട്ട കെട്ടിയ സമയത്ത് അത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് കപ്ലിങ് കയറ്റി ഇവിടെ ഒരു AC-യുടെ 2-ൻ്റെ ബോക്സ് വെക്കണം. പിന്നെ വരുന്നത് തൊട്ട് താഴെ തന്നെ 2-വേയുടെ ലൈനാണ്. 2-വേയുടെ ലൈനിൻ്റെ അകത്ത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. 2-വേയുടെ ലൈനിൻ്റെ അകത്ത് 2 2-വേ, ഒരു ഡിമ്മർ, ഒരു സ്വിച്ച്, ഒരു സോക്കറ്റ്, അത് അതിൽ കയറും. പിന്നെ അടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 2-ൻ്റെ ബോക്സും കൂടെ വെക്കണം. അതായത് AC-ക്കും മാസ്റ്റർ സ്വിച്ചിനും വേണ്ടിയിട്ട് 2-ൻ്റെ ബോക്സും കൂടെ ഇത് കയറ്റണം. പക്ഷേ ഇവർ പൈപ്പ് അടിച്ചു പോയി. അത് നമുക്കിനി ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇത്രയും കാര്യങ്ങളുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയും പോയിൻറ്റുകളേ ഉള്ളൂ. 2 പോയിൻറ്റ്, 2 ലൈറ്റ് പോയിൻറ്റുകളും അതേപോലെ ഫാൻ്റെ പോയിൻറ്റുകളും മാത്രമാണ് ഇവിടെ വരുന്നത്. അടുത്തത് വരുന്നത് നേരെ ഇതിൽ നിന്ന് ഇറങ്ങി നേരെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. സെക്കൻഡ് ബെഡ്റൂമിലും അതേപോലെ 2-വേക്ക് നമ്മൾ 8-ൻ്റെ ബോക്സാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ്, പിന്നെ നേരെ ഇവിടെ ഒരു ലൈറ്റ്, ഈ എയർ ഹോളിൻ്റെ അവിടെ ഒരു ലൈറ്റ്, പിന്നെ നേരെ ഇവിടെ ഒരു 8-ൻ്റെ ബോക്സ്. 8-ൻ്റെ ബോക്സ് എല്ലായിടത്തും നമ്മൾ 8-ൻ്റെ ബോക്സാണ് വെച്ചേക്കുന്നത്.
കാരണം 8-ൻ്റെ ബോക്സ് കയറ്റാനുള്ള കാരണം അതിൻ്റെ അകത്ത് സ്വിച്ചും സോക്കറ്റും കൂടെ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇവിടെയും വേറെ പോയിൻറ്റുകളൊന്നുമില്ല, 2 ലൈറ്റ് പോയിൻറ്റുകളും 1 ഫാൻ്റെ പോയിൻറ്റുകളും പിന്നെ സ്വിച്ചും സോക്കറ്റേ ഉള്ളൂ. നേരെ പിന്നെ ഇറങ്ങി വരുന്നത് സ്റ്റെയറിൻ്റെ അടിയിലെ ബാത്റൂമാണ്. ഇവിടെയും നമ്മൾ മെറ്റൽ ബോക്സ് 8-ൻ്റെയാണ് വെച്ചേക്കുന്നത്. ഈ കാണുന്ന പൈപ്പുകൾ, അതായത് ഒരു ബോക്സിൻ്റെ എതിർദിശയിൽ അപ്പുറത്തെ സൈഡിൽ മറുഭാഗത്ത് ബോക്സ് വരുന്നുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈപ്പ് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് അതുവഴി നമുക്ക് ഫേസ് ലൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യ ഘട്ടങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് മെയിൻ ഷെയ്ഡിൽ കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മേളിൽ ലൈറ്റാണ്. പിന്നെ വരുന്നത് നേരെ വരുന്നത് ബാത്റൂമിലൊരു ലൈറ്റ്, പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ്റെ ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു സ്വിച്ച് സോക്കറ്റ്, അത്രയാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെയാണ് ഇൻവെർട്ടർ ലൈനും ഇട്ടേക്കുന്നത്. ഇൻവെർട്ടർ ലൈനിന് നമുക്കൊരു 6-ൻ്റെ ബോക്സ് വെക്കണം. പിന്നെ വരുന്നത് നേരെ കിച്ചനാണ്. കിച്ചൺ നേരെ കയറി വരുന്നത് 12 ബോക്സാണ്. 12 ബോക്സിൻ്റെ അകത്ത് ഇവിടെ ഒരു ലൈറ്റ്, അതേപോലെ ഇവിടെ ഒരു ലൈറ്റ്, പിന്നെ വരുന്നത് സീലിങ്ങിൻ്റെ അകത്ത് ഫാൻ്റെ ലൈറ്റ്, പിന്നെ വരുന്നത് ഔട്ട് സൈഡിൽ ഒരു ലാമ്പ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ സ്വിച്ചും സോക്കറ്റുകളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നേരെ നമ്മൾ താഴെ കൂടെ അടിയിൽ കൂടെ എടുത്തേക്കുന്നത് ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിൻ്റാണ്. ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് നമ്മൾ വെച്ചേക്കുന്നത്, ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് 3-ൻ്റെ മെറ്റൽ ബോക്സാണ്. നമ്മൾ ഈ ബോക്സിൽ നിന്നും അപ്പുറത്തെ ബോക്സിലോട്ട് ലിങ്ക് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമ്മൾ അതേപോലെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെ പിന്നെ പുറകുവശത്ത്, അതായത് മെറ്റൽ ബോക്സ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ ബോക്സ് ഉണ്ടെങ്കിൽ ലിങ്ക് ചെയ്തിടണം. ഇതിൽ നിന്ന് തന്നെ നേരെ വെട്ടി ഒരെണ്ണം ഇവിടെ നമുക്കിനി ഒരു 3-ൻ്റെ ബോക്സ് കൂടെ വേണമെന്ന് പറഞ്ഞു. അതായത് അവർക്ക് ഇൻഡക്ഷൻ കുക്കറോ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേരെ ഇവിടെ ഒരു പവർ പ്ലഗിന് നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് മിക്സി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 3-ൻ്റെ ബോക്സ്, മെറ്റൽ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വെട്ടിയിട്ടേക്കുന്ന ഭാഗം, അതായത് ചാന്ത് വെച്ച് അടച്ചേക്കുന്ന ഭാഗം, ആ പവറിന് വേണ്ടിയിട്ട് വരുന്ന മെയിനാണ്. ബ്രേക്കറിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന മെയിനാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മേളിൽ കൂടെ തന്നെയാണ് ഔട്ട് സൈഡ് നമ്മൾ ലൈറ്റിനും അടിച്ചേക്കുന്നത്. കിച്ചൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്ക് കിച്ചൻ്റെ അകത്ത് വെച്ചേക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റ്, ഇവിടെ നമ്മൾ 8-ൻ്റെ ബോക്സ് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ അതേപോലെ ലൈറ്റിൻ്റെ പോയിൻ്റ്. ഈ 2 പൈപ്പുകൾ അത് ബെൽറ്റിൽ കൂടെ കിടക്കുന്നത് ഒന്ന് മെയിൻ വരാനും ഒന്ന് മോട്ടറിൻ്റെ ഔട്ടിലോട്ട് മോട്ടറിൻ്റെ ലൈൻ പോകാനുമാണ് വെച്ചേക്കുന്നത്. പിന്നെ വരുന്ന ചിമ്മിനിയുടെ അവിടെ ഒരു ലൈറ്റ്, പിന്നെ ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിലും ഒരു ലൈറ്റ്. ഇത്രയും പോയിൻറ്റുകളാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. നമ്മളെല്ലാം എടുത്തേക്കുന്നത് 20 mm പൈപ്പാണ്. പിന്നെ നമ്മൾ ബെൻഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല, അതായത് 20-യുടെ റെഡിമെയ്ഡ് ബെൻഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മളെല്ലാം ബെൻഡർ ഉപയോഗിച്ച് വളച്ചാണ് ഇട്ടേക്കുന്നത്. ഇതേപോലെ ബെൻഡർ ഉപയോഗിച്ചാണ് വളച്ചിട്ടേക്കുന്നത്. കാരണം നമ്മൾ റെഡിമെയ്ഡ് ബെൻഡേ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ മൊത്തവും ബെൻഡ് അടിച്ചാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ചെയ്യാമുള്ളൂ. റെഡിമെയ്ഡ് ബെൻഡ് ഉപയോഗിക്കാൻ നിൽക്കരുത്. കാരണം റെഡിമെയ്ഡ് ബെൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വയർ പുള്ളർ കയറ്റാനും അതേപോലെ വയർ കെട്ടി വലിക്കും അതിൻ്റെ സ്ലീവ് പോകാനും ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലല്ല, അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ, പോവും. പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടിനും അതേപോലെ ഇൻഡക്ഷൻ കാണിച്ചിരിക്കും. നമ്മൾ ഇത്രയും വർക്കുകൾ ഇവിടെ ചെയ്യുന്നത് ജനറേറ്റർ മുഖേനയാണ് ഹാമർ ഇട്ടടിക്കുന്നതും അതേപോലെ കട്ടർ ഉപയോഗിക്കുന്നതും എല്ലാം ഇവിടാണ്. കാരണം ഇവിടെ കറണ്ട് കിട്ടിയിട്ടില്ല. നമുക്കതിന് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചത്. പിന്നെ സ്റ്റെയറിൻ്റെ അവിടെ ഇവിടെ വിട്ടേക്കുന്നത് 2-ൻ്റെ മെറ്റൽ ബോക്സാണ്. അത് ഉപയോഗിച്ചേക്കുന്നത് 2-വേയുടെയാണ്. അതായത് ഫുഡ് ലാമ്പിനും അതേപോലെ 2-വേ ലൈറ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2-ൻ്റെ ബോക്സ് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് തന്നെ നേരെ വെട്ടി താഴെ ഒരു ഫുഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്. അതും 2-ൻ്റെ ബോക്സാണ്. 2-ൻ്റെ ബോക്സ് വെക്കാനുള്ള കാരണം 2-ൻ്റെ ഫുഡ് ലാമ്പ് മേടിച്ച് കഴിഞ്ഞാൽ വിലക്കുറവാണ്. 3-ൻ്റെ മെറ്റൽ ബോക്സാണ് വെക്കുന്നതുണ്ടെങ്കിൽ 3-ൻ്റെ ഫുഡ് ലാമ്പിന് വില കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 3-ൻ്റെ ബോക്സ് വെക്കരുത്, 3-ൻ്റെ ഫുഡ് ലാമ്പും മേടിക്കരുത്. 2-ൻ്റെ ബോക്സും അതേപോലെ 2-ൻ്റെ ഫുഡ് ലാമ്പേ മേടിക്കാമുള്ളൂ. കാരണം വിലക്കുറവും അതാണ്, നീണ്ടു നിൽക്കുന്നതും അതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഫുഡ് ലാമ്പും വെച്ചേക്കുന്നത് തറയിൽ നിന്ന് 10 ഇഞ്ച് ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. കാരണം 10 ഇഞ്ച് വെക്കാനുള്ള കാരണം ഫ്ലോറ് ടൈലിടാൻ നേരത്ത് തറയിലിടുന്ന പൊടിയുടെ കനവും അതേപോലെ ടൈലിൻ്റെ കനവും പിന്നെ സൈഡ് വരുന്ന കട്ടിങ്ങുകൾ അതും കഴിഞ്ഞ് കറക്റ്റ് ആ കട്ടിങ്ങിനെ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 ഇഞ്ച് വെക്കുന്നത്. അളവ് മാറിപ്പോകരുത്, കറക്റ്റ് 10 ഇഞ്ച് തന്നെ
വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പകുതി ടൈലിലും പകുതി ഭിത്തിയിലുമായിട്ട് ഇരിക്കും. അത് ഭയങ്കര വൃത്തികേടാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഫുഡ് ലാമ്പിൽ നിന്ന് നേരെ വെട്ടി അടുത്ത ഫുഡ് ലാമ്പിലോട്ടാണ് കയറ്റുന്നത്. ഇതിൽ നിന്ന് തന്നെ നേരെ ഒരെണ്ണം കയറി 2 വേക്കകത്തും പോകുന്നുണ്ട്. കാരണം 2 വേ ഇവിടുന്ന് ഇടുമ്പോൾ ഈ ലൈറ്റുകൾ കത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ 2ൻ്റെ ബോക്സിൽ നിന്ന്, അതായത് 2ൻ്റെ മെറ്റൽ ബോക്സിൽ നിന്ന് നേരെ വെട്ടി ലിങ്ക് ചെയ്ത് അടുത്ത 2ൻ്റെ ബോക്സിലാക്കി, പിന്നെയും അടുത്തത് ഇങ്ങനെ ലിങ്ക് ചെയ്ത് അടുത്ത 2ൻ്റെ ബോക്സിലാക്കി, ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളിലായിട്ട് നമ്മൾ വെച്ചേക്കുന്ന 9 ലാമ്പുകൾ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ വെട്ടി നമ്മൾ വെച്ചേക്കുന്നത് സ്റ്റെയറിൻ്റെ ലൈറ്റാണ്. 2 വേ ലൈറ്റ്, 2 വേ ഉപയോഗിക്കാൻ വേണ്ടി ലൈറ്റാണ്. സ്റ്റെയറിൻ്റെ ഒരു ലാമ്പിന് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് നമ്മളെല്ലാ പൈപ്പുകളും ബെൻഡ് ചെയ്തിട്ടേക്കുന്നത്. കാരണം എൽ ഷേപ്പിലിടാനുള്ള കാരണം ശാന്ത് തേക്കാൻ നേരം, അതായത് ഭിത്തി തേക്കാൻ നേരവും അതേപോലെ പ്രൈമർ ചെയ്യാൻ നേരത്തും വെള്ളം നനയ്ക്കുമ്പോൾ പൈപ്പിൻ്റെ അകത്ത് വെള്ളം കയറി കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ലാസ്റ്റ് വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന ഏരിയയാണ്. അവിടെ ഈ 2ൻ്റെ ബോക്സിൽ നേരെ എടുത്ത് വീണ്ടും ഒരു 2ൻ്റെ ബോക്സ്, 2 സ്വിച്ചുകളെ വരുന്നുള്ളൂ. ഒന്ന് സ്റ്റെയർ ലാമ്പ്, അതായത് സ്റ്റെയർ കയറാൻ നേരത്ത് ഇടാനുള്ള ലൈറ്റും, പിന്നെ വരുന്നത് ഫുഡ് ലാമ്പിൻ്റെ. അങ്ങനെ 2 സ്വിച്ചുകളേ ഉള്ളൂ. നേരെ സ്റ്റെയർ കയറി മേളത്തെ നിലയിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു 6ൻ്റെ മെറ്റൽ ബോക്സ് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കൂരയായതുകൊണ്ട് ഇത് കൂര സൈഡാണ്. കൂര സൈഡുണ്ട്, നമ്മൾ കൂരയ്ക്ക് LED ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിങ്ക് പിടിച്ചിട്ടേക്കുവാണ്. കാരണം ഒരു സൈഡിൽ കൂടെ കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ബോർഡ് വഴി തിരിച്ചും മറിച്ചും ലിങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇവിടെ 6 വെക്കാൻ ഉള്ളത് ഇവിടെ ഒരു ലൈറ്റ് പോയിൻറ്റ്, അതേപോലെ ഇതിൻ്റെ ഔട്ട് സൈഡിൽ മാസ്റ്റർ ലൈൻ വരുന്ന ഒരു ലൈറ്റ് പോയിൻറ്റ്. അങ്ങനെ 2 ലൈറ്റ് പോയിൻറ്റും പ്ലഗും സോക്കറ്റും വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ LED നമുക്കിതിൽ പിടിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളത് ഈ ഹാളിൽ വരുന്ന നമ്മളിവിടെ 12ൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. കാരണം 12 ബോക്സ് വെക്കാൻ വെച്ചത് ഇവിടുത്തെ LEDകൾ, അതായത് ഒരു സൈഡിൽ 4, ഒരു സൈഡിൽ 4, സെൻട്രൽ ഫാന്, പിന്നെ ഇവിടുത്തെ ഒരു ലൈറ്റ്, ഇവിടുത്തെ ഒരു ലൈറ്റ്, ഇത്രയും ലൈറ്റുകളും പിന്നെ LEDയും പിന്നെ സ്വിച്ചും സോക്കറ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ 12 വെച്ചേക്കുന്നത്. ഇതിൻ്റെ മെയിൻ എടുത്തേക്കുന്നത് നമ്മൾ ഈ സൈഡിൽ കൂടെ വെട്ടി നേരെ കട്ടർ മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് നേരെ ഇവിടെ വെച്ചേക്കുന്നത് TV ആണ്. TVക്ക് നമ്മൾ വെച്ച 8ൻ്റെ ബോക്സും അതിൻ്റെ 2ൻ്റെ ബോക്സുമാണ് വെച്ചേക്കുന്നത്. നേരെ TV വന്ന് കയറുന്നു. ഈ 8ൻ്റെ ബോക്സ് വെക്കാനുള്ള കാരണം 3 പ്ലഗുകൾ നമുക്കിതിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ്. 2ൻ്റെ ബോക്സ് വെക്കാൻ കാരണം ഈ 2ൻ്റെ ബോക്സ് നേരെ പോകുന്നത് കേബിളിൻ്റെ ലൈനാണ്. കേബിള് ഓപ്പണായിട്ട് കിടക്കാതെ പൈപ്പിൽ കൂടെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2ൻ്റെ ബോക്സ് വെച്ചേക്കുന്നത്. ഇവിടെ വെച്ചേക്കുന്നത് 12ൻ്റെ DB ആണ്. ഹാവൽസിൻ്റെ 12 DB ആണ് വെച്ചേക്കുന്നത്. ഇത് നേരെ ഹാളിലത്തെ ലൈൻ നേരെ വന്ന് TVക്കകത്ത് വരുന്നു. TVക്കകത്ത് നേരെ കയറി പിന്നെ 12ൽ പോകുന്നു. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ 2 പൈപ്പുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാരണം താഴത്തെ DBയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരെ വരുന്ന അടുത്ത ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മളിവിടെ ഒരു 8ൻ്റെ മെറ്റൽ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 2 വേയുടെ മെറ്റൽ ബോക്സും വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നേരെ വെട്ടി ഈ സൈഡിൽ ഒരു ലൈറ്റ് പോയിൻറ്റും അതേപോലെ നേരെ ഇവിടെ ഒരു 2ൻ്റെ മെറ്റൽ ബോക്സും വെച്ചിട്ടുണ്ട്. 2ൻ്റെ മെറ്റൽ ബോക്സ് വെക്കാൻ കാരണം കൂരയായതുകൊണ്ട് ഇവിടെ ഒരു AC വരുന്നുണ്ട്. ACക്ക് വേണ്ടിയിട്ടുള്ള ലൈനാണ്. ഇവിടെയും 1, 2 പോയിൻറ്റുകളും ഫാൻ പോയിൻറ്റുകളും പിന്നെ സ്വിച്ച് ബോർഡിലുള്ള പ്ലഗ് പോയിൻറ്റുകളെ ഇവിടെ വരുന്നുള്ളൂ. അടുത്തത് വരുന്നത് നേരെ ബെഡ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ അകത്തും ഇതേപോലെ 2 വേക്ക് 8ൻ്റെ ബോക്സും അതേപോലെ സ്വിച്ച് ബോർഡിന് 8ൻ്റെ ബോക്സുമാണ് വെച്ചേക്കുന്നത്. ഈ ബോക്സിൽ നിന്ന് തന്നെയാണ് നേരെ വെട്ടി സിറ്റ് ഔട്ടിലോട്ട് സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷൻ ഇട്ടേക്കുന്നത്. ഇത് നേരെ കാണുന്നത് ഈ കാണുന്ന പൈപ്പ് ബാക്ക് സൈഡിൽ, അതായത് ഈ കൂരയുടെ ഔട്ട് സൈഡിലുള്ള LED ലാമ്പുകൾ തിരിച്ച് പിടിച്ച് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരെ വെട്ടിയിട്ടേക്കുന്ന 2 അപ്പ് ആൻഡ് ഡൗൺ സൈഡുകളിലുണ്ട്. ജനലിൻ്റെ ഔട്ട് സൈഡിൽ 2 അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ 2 ലാമ്പുകളും അതേപോലെ ഒരു ഫാൻ പോയിൻറ്റും പ്ലഗ് പോയിൻറ്റുകളേ ഉള്ളൂ. അടുത്തത് വരുന്നത് പിന്നെ ഔട്ട് ഏരിയ ആണ്. ഔട്ട് ഏരിയയിൽ നമ്മളിവിടെ ഒരു 3ൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. 3ൻ്റെ ബോക്സ് വെക്കാൻ കാരണം ഈ സൈഡ്, അതായത് ഈ ഏരിയയിൽ വർക്ക് ഏരിയ ആക്കി മാറ്റാനാണ്. അപ്പം ഇവിടെ ഒരു പവർ പ്ലഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3ൻ്റെ മെറ്റൽ ബോക്സ് വെച്ചേക്കുന്നത്. അത് ഡയറക്റ്റ് ഷെയ്ഡിൽ നിന്ന് തന്നെ നമ്മൾ മെയിൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഹാളിൽ കണ്ട അതിൽ നിന്ന് ലൈൻ അടിച്ചിട്ടേക്കുവാണ്. ഒരു ലൈറ്റ് പോയിൻറ്റ്, അതേപോലെ ഈ സൈഡിൽ ഒരു ലൈറ്റ് പോയിൻ്റ് ഉണ്ട്.
അടുത്തത് നേരെ കയറുന്ന ഹാളിൽ വന്നു. ഹാളിൽ നേരെ സിറ്റ് ഔട്ടിൽ ഇതേപോലെ നമ്മൾ റെട്ടിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിവിടെ ഒരു ലൈറ്റ്, പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന LED-കൾ, ഈ എൻഡി കിടക്കുന്ന LED-കൾ, പിന്നെ ആ സൈഡിൽ കിടക്കുന്ന LED-കൾ എല്ലാം പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ബോക്സ് വെച്ചേക്കുന്നത്. നമ്മളെടുത്തേക്കുന്ന എല്ലാം 20 mm ബെൻഡിങ് പൈപ്പുകളും അതേപോലെ മെറ്റൽ ബോക്സുകളുമാണ്. ഓറിയൻറ്റിൻ്റെ മെറ്റൽ ബോക്സുകളും ജംഗ്ഷൻസുകളുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളെല്ലാം ബെൻഡടിച്ച് തന്നെയാണ് ഇട്ടേക്കുന്നത്. നമ്മളൊന്നും ബെൻഡ് ഉപയോഗിച്ചിട്ടില്ല, എല്ലാം ബെൻഡടിച്ച് തന്നെ ഉപയോഗിക്കുക. ഇതാണ് ഒരു വീട് പണി തീർന്ന ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്, വയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാലേ ബാക്കി മേശരിമാർക്ക് തേപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.